ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്ത് നമ്മൾ ചെടികൾ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റിൽ നല്ല രീതിയിൽ വളരുന്ന ചെടികൾ വേണം നമ്മൾ വീടിനുള്ളിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ചെടികൾ വെക്കുമ്പോൾ ഇതുപോലെ ഫിലോഡെൻഡ്രോൺ പോലെയുള്ള വെറൈറ്റീസ് വളരെ നല്ലതാണ്. കാരണം ഇത് ചെറിയ വെട്ടം ഒത്തിരി സൂര്യപ്രകാശം ഒത്തിരി വേണ്ടാത്ത ചെടിയാണ്. നല്ല ലോ ലൈറ്റിലും നല്ല രീതിയിൽ വളരുന്ന ചെടികളാണ്. അപ്പോൾ ഈ ഫിലോഡെൻഡ്രോൺ പോലെയുള്ള വെറൈറ്റി ചെടികൾ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അതായത് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് വളരും. ഇത് കാണാൻ ഒത്തിരി ഭംഗിയായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഒത്തിരി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്ലാസ്റ്റിക് ചെടികൾ. ഇതേപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നത് നമ്മൾ വീടിൻ്റെ ഓരോ കോർണറിൽ വെക്കുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും. അപ്പോൾ ചെടികൾ എപ്പോഴും നമ്മൾ വീടിനകത്ത് വെക്കുമ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഗിവിങ് കപ്പാസിറ്റി ഉള്ള ചെടികൾ വേണം വെക്കണം. അതായത് നാസ അക്രഡിറ്റ് ചെയ്തേക്കുന്ന ചെടികൾ, അതായത് നല്ല രീതിയിൽ ഓക്സിജൻ തരുന്ന ചെടികളാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത്. അതുപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ജംഗിൾ ഫിലോഡെൻഡ്രോൺ എന്ന് പറയുന്നൊരു പ്ലാന്റാണിത്. ഇത് വീടിനുള്ളിൽ വെക്കുന്ന ഒത്തിരി നല്ലതാണ്. ഇതേപോലെ കാട് പോലെ ഇത് നമ്മുടെ ലേഡി പാം ചെടിയാണ്. ഈ ചെടിയും നല്ല രീതിയിൽ ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് നമ്മുടെ ഫൈക്കസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതും നല്ലൊരു പ്ലാന്റാണ്. ഇത് സ്ലോ ഗ്രോയിങ് ആണ്, അത്ര പെട്ടെന്ന് വളരത്തില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെൽവെറ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിലെ നാച്ചുറലി നല്ല ഒരു ഫൈക്കസ് ചെടിയാണ്. അത് നമുക്ക് ഇൻഡോറിൽ വെക്കാം. പക്ഷെങ്കിൽ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ചെടിക്ക് ഇഷ്ടം. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം വെക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഒത്തിരി നല്ലതാണ്. ഒരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഈ ചെടി നല്ല രീതിയിൽ വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ചെറിയൊരു നമ്മുടെ ഒരു ഫിഷ് ടാങ്ക് പോലെ ഒരു ചട്ടിക്കകത്ത് കുറേ മീൻ ഗപ്പീസിനെ ഇട്ടിട്ടുണ്ട്. അതിലാണ് ഈ ചെടി ഇറക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മീനും നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഈ ചെടിയുടെ ഗ്രോത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്ന്. ഇതും പാം ചെടികളും ഇൻഡോറിൽ വെക്കാൻ നല്ലതാണ്. ഇത് എസ്പെഷ്യലി ബാൽക്കണികളിലൊക്കെ വെക്കുന്നതാണ് നല്ലത്. കാരണം ഇതിന് കുറച്ച് സൺലൈറ്റ് ആവശ്യമാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നമുക്ക് കൊണ്ട് വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം അകത്ത് വെക്കാം. ഇത് ലോ മെയിൻ്റനൻസ് ആണ്. എന്നും വെള്ളമൊന്നും വേണ്ട ചെടികൾ. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും ആ ചെടിക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ്. ഇത് ഒരു സ്നേക്ക് പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ ഈസി ആയിട്ട് എത്ര സമയമില്ലാത്തവർക്കും വളർത്താൻ പറ്റിയൊരു ചെടിയാണിത് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വേറൊരു നല്ലൊരു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഷെയ്ഡി ഏരിയയിൽ വെക്കാവുന്നതാണ്. ഇതിന് ഒത്തിരി സൺലൈറ്റ് വേണ്ട, ഒട്ടും കെയർ വേണ്ടാത്തൊരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ മോൺസ്റ്ററ എന്ന് പറയുന്ന ഈ ചെടി, മോൺസ്റ്ററ ഡെലീസിയോസ എന്ന് പറയും. ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. പക്ഷേ ഇത് കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള പ്രദേശത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ നടുമ്പോൾ ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം. കാരണം ആ സപ്പോർട്ടിലാണ് ഈ ചെടി മുകളിലേക്ക് വളരുന്നത്. അപ്പോൾ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റിക് കൊണ്ടൊരു സപ്പോർട്ട് കൊടുത്താൽ ഇത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഓക്സിജൻ ഗിവിങ് പ്ലാന്റ് ആണ്. നല്ല പച്ചപ്പോടുകൂടി ബുഷിയായിട്ട് നിർത്തുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഇൻഡോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല ഓക്സിജൻ ഗിവിങ് പ്ലാന്റ്സ്. നമ്മുടെ വേറൊരു പർപ്പസ് ആണ് നമ്മുടെ അകത്തുള്ള എയറിനെ പ്യൂരിഫൈ ചെയ്യാനും ഈ ചെടികൾക്ക് കഴിവുണ്ട്. അതായത് ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസ് വരുന്നത് നമ്മുടെ പെയിൻറ്റിൽ നിന്ന്, ഫർണിച്ചറുകളിൽ അടിച്ചിരിക്കുന്ന പോളിഷുകളിൽ നിന്ന്, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ വീടിനുള്ളിൽ ഉണ്ട്. അന്നേരം ആ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസിനെയൊക്കെ ഈ ചെടികൾ അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മുടെ എയറിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് നല്ല ഫ്രഷ് ഓക്സിജൻ നമുക്ക് കിട്ടും, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അലോവേര ചെടിയും നല്ലൊരു ഓക്സിജൻ ഗിവിങ് പ്ലാന്റ് ആണ്. അതുപോലെ എയർ പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അലോവേരയും നമുക്ക് വീടിനുള്ളിൽ ഇൻസൈഡിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്.
പിന്നെ ആഗ്ലോനിമ പ്ലാന്റ്സ്, ആഗ്ലോനിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ, പിങ്ക് മുതൽ പല പല വെറൈറ്റീസ് ഉണ്ട്. ഈ ആഗ്ലോനിമ പ്ലാന്റ്സും ലോ ലൈറ്റിൽ ത്രൈവ് ചെയ്യുന്നൊരു ചെടിയാണ്. അതുപോലെ ഒരുപാട് വെള്ളം വേണ്ട, ആഴ്ചയിൽ 1-2 പ്രാവശ്യം വെള്ളം കൊടുത്താൽ മതി. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, മീൻസ് ഒരുപാട് മെയിൻ്റനൻസ് വേണ്ട, കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഉണങ്ങിയ ചെടികളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആഗ്ലോനിമയും ലോ ലൈറ്റിൽ, അതായത് നമ്മുടെ കാർ ഷെഡിൻ്റെ സൈഡിലും പിന്നെ ബാൽക്കണിയുടെ സൈഡിലും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റി നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ആഗ്ലോനിമാസ്. ആഗ്ലോനിമയ്ക്ക് ഒത്തിരി വെയിൽ വേണ്ട, ലോ ലൈറ്റിൽ പിടിച്ച് കിട്ടും. പക്ഷേ അത് ഇച്ചിരി മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം, നനച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിനും നമ്മൾ കുറച്ച് വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. മീൻസ് തീരെ ഡ്രൈ, നമ്മുടെ CC പ്ലാന്റ് പോലെയൊക്കെ വെള്ളം ഒട്ടും വേണ്ടാത്ത ചെടിയല്ല, കുറച്ച് വെള്ളം വേണ്ടിയ ഒരു ചെടി തന്നെയാണ് നമ്മുടെ ആഗ്ലോനിമാസ്. CC പ്ലാന്റ് പോലുള്ള ചെടികൾ നമ്മൾ അകത്ത് വെക്കാം, അതും നല്ല ഒരു ഓപ്ഷനാണ്. അതിനൊട്ടും വളരെ കുറച്ച് വെള്ളം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് നമ്മുടെ CC പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗപ്പി മീനുകളൊക്കെ കണ്ടോ, ഈ ഗപ്പി മീൻ ഇത് കിടക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ലൊരു വളവുമാണ്, അതിന് നല്ലൊരു ഗ്രോത്ത് മീഡിയവുമാണ്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ മീൻ ആയിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, പല കളേഴ്സിലുള്ള മീനാണ്. ഇതിൻ്റെ വേര് കണ്ടോ, ഇതിൻ്റെ വേര് എല്ലാമാണ് ഇതിൻ്റെ നെസ്റ്റിംഗ് പ്ലേസ്. പിന്നെ സാൻസ്വേരിയയുടെ വെറൈറ്റീസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതും ഇൻഡോറിൽ വളരെ ലോ മെയിൻ്റനൻസ് ചെടിയാണ്, ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ.